നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന ക്ലസ്റ്റർ അധിഷ്ഠിത ഫലവർഗ കൃഷിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. ഫലവൃക്ഷ വിളകളുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ 200ഓളം ക്ലസ്റ്ററുകൾ രൂപവൽക്കരിക്കുമെന്നും മന്ത്രി. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏകദിന ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ജില്ലാ വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ സെയിന്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജ് NSS യൂണിറ്റിന്റെ സഹകരണത്തോടെയാണ് സെമിനാറും ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലൽ ചടങ്ങും സംഘടിപ്പിച്ചത്. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതത്തിലായവർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ നിർമ്മാണ ജോലികൾ ഏറ്റെടുത്ത് DYFI പ്രവർത്തകർ രംഗത്ത്. ആലപ്പുഴ നഗരസഭയിലെ 5ഓളം വാർഡുകളിൽ കുടിവെള്ളം മുടങ്ങിയ ആഴ്ചകൾ പിന്നിട്ടിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ വാർഡ് നിവാസികളുടെ പ്രതിഷേധം ശക്തമാകുന്നു. അതേസമയം 2 ദിവസത്തിനുള്ളിൽ വാർഡ് നിവാസികളുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് ജലവകുപ്പ് അധികൃതർ. ദുരന്തഭൂമിയായി മാറിയ വയനാടിന് കൈത്താങ്ങായി റെസിഡൻസ് അസോസിയേഷൻ രംഗത്ത്. ആലപ്പുഴ നഗരസഭ സിവിൽ സ്റ്റേഷൻ വാർഡിലെ സാഗര റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള തങ്ങളുടെ വിഹിതം ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന് കൈമാറി മാതൃക തീർത്തത്. ഓണം വിപണി പദ്ധതികളുമായി കയർഫെഡ് രംഗത്ത്. ഓഗസ്റ്റ് 5 മുതൽ കയർഫെഡിന്റെ ഓണം ബമ്പർ മെഗാ കാർണിവൽ വിപണന പദ്ധതികൾ ആരംഭിച്ചതായി ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. വാർത്തകൾ വിശദമായി. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന ക്ലസ്റ്റർ അധിഷ്ഠിത ഫലവർഗ കൃഷിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. ഫലവൃക്ഷ വിളകളുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ 200ഓളം ക്ലസ്റ്ററുകൾ രൂപവൽക്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഫലവൃക്ഷ വിളകളുടെ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ ഈ വർഷം തന്നെ 200 ക്ലസ്റ്ററുകൾ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് രൂപവൽക്കരിക്കുമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ 4ാം നൂറുദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെട്ട പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന ക്ലസ്റ്റർ അധിഷ്ഠിത ഫലവർഗ കൃഷിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വകുപ്പിന് ഇടപെടാൻ കഴിയുക എന്ന് ആലോചിച്ചു. ഈ സർക്കാർ ഇടപെടുക എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ഇടപെടേണ്ടത്. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ഇടപെടാം. അപ്പോൾ അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പഴങ്ങളുടെ കാര്യം. പണ്ടൊന്നും ഇങ്ങനെയൊന്നും വളരെ വലിയ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ആയിരുന്നു. എനിക്ക് ഓർമ്മ നമ്മൾ ഈ ചങ്ങമ്പുഴയുടെ വാഴക്കൊലയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾക്ക് വീട്ടിലൊരു കൊല ഉണ്ടാകുന്ന അവസരത്തിൽ ഒരു ഗാ പറിച്ച് കിട്ടും, തിന്നാൻ കിട്ടുമെന്ന് വിചാരിക്കുമ്പോഴേക്കായിരിക്കും അത് കൊണ്ടുവന്ന് കടയിൽ കൊണ്ടുപോയി വിറ്റിട്ട് ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നില്ല. ഇപ്പോൾ അത്രയും വലിയതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഈ പഴവർഗ്ഗങ്ങളൊക്കെ നമുക്ക് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കി നമുക്ക് ഉപയോഗിക്കുന്നതിലേക്കും കച്ചവടം ചെയ്യുന്നതിലേക്കും പറ്റും. അത് നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരുന്ന ഒരു വാഴയുടെ കാര്യത്തിൽ നിന്ന് മാറിയിട്ട് വിവിധങ്ങളായ ഇനങ്ങൾ നമുക്ക് നാട്ടിൽ കൃഷി ചെയ്യാൻ പറ്റും എന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ഇനങ്ങൾ കൃഷി ചെയ്യുക എന്ന തരത്തിൽ പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ ഒരു കൃഷി വകുപ്പിന്റെ മുൻകൈയിൽ ഫലവൃക്ഷങ്ങളുടെ ഒരു പ്രത്യേകമായ ക്ലസ്റ്റർ ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചു. ഫലവൃക്ഷ വിളകളുടെ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ഒരു പദ്ധതി കൊടുക്കണം. അങ്ങനെ ഒന്ന് ആലോചിക്കാം എന്ന് കൃഷി വകുപ്പിന്റെ ഒരു ചിന്തയിലുണ്ടായി. ആ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായിട്ട് ഒരു പഴവർഗ ക്ലസ്റ്ററുകളുടെ രൂപീകരണ. പഴവർഗ്ഗങ്ങൾക്ക് വേണ്ടി ക്ലസ്റ്റർ സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് രൂപവൽക്കരിക്കുന്നത്. ഫലവർഗ്ഗങ്ങളുടെ അത്യുൽപാദന ശേഷിയുള്ള തൈകൾ ലഭ്യമാക്കുക, സംസ്ഥാനത്തെ പഴവർഗ്ഗ ഉൽപാദനം വർദ്ധിപ്പിക്കുക, അതുവഴി പോഷക സമൃദ്ധിയിലേക്ക് നീങ്ങുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി ആരംഭിച്ചിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പുഴ മുഹമ്മ ഗവൺമെന്റ് സംസ്കൃത സ്കൂളിന് എതിർവശം സംഘടിപ്പിച്ച പരിപാടിയിൽ മുഹമ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ബാബു അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കർഷക അവാർഡ് ജേതാക്കളായ ശ്രാവന്തിക, സുജിത്ത് എന്നിവരെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ G ശശികല, ജെയിംസ് ചിങ്കുത്തറ, കർഷകനായ TP സദാശിവൻ നായർ, ജില്ലാ പഞ്ചായത്ത് അംഗം V ഉത്തമൻ, മുഹമ്മ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NT റജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ MS ലത, CD വിശ്വനാഥൻ, M ചന്ദ്ര, TN സീമ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, കൃഷി അഡീഷണൽ ഡയറക്ടർ തോമസ് സാമുവൽ, പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസർ C അമ്പിളി തുടങ്ങിയവർ സംസാരിച്ചു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏകദിന ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ജില്ലാ വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ സെയിന്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജ് NSS യൂണിറ്റിന്റെ സഹകരണത്തോടെയാണ് സെമിനാറും ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലൽ ചടങ്ങും സംഘടിപ്പിച്ചത്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏകദിന ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു.
ജില്ലാ വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ സെയിന്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജ് NSS യൂണിറ്റിന്റെ സഹകരണത്തോടെയാണ് സെമിനാറും ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലൽ ചടങ്ങും സംഘടിപ്പിച്ചത്. ചെങ്ങന്നൂർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. കോളേജ് സെക്രട്ടറി ജോസ് തോമസ് ചടങ്ങിൽ അധ്യക്ഷനായി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി അജിത് പ്രഭു ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. NSS വോളണ്ടിയർ സെക്രട്ടറി അജു മാത്യു ചടങ്ങിന് നന്ദി പറഞ്ഞു. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതത്തിലായവർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ നിർമ്മാണ ജോലികൾ ഏറ്റെടുത്ത് DYFI പ്രവർത്തകർ രംഗത്തെത്തി. ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതത്തിലായവർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ നിർമ്മാണ ജോലികൾ ഏറ്റെടുത്ത് DYFI പ്രവർത്തകർ രംഗത്ത്. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് 17-ാം വാർഡ് നീർക്കുന്നം അഴീക്കോടൻ ജംഗ്ഷന് സമീപം ആലപ്പുഴ സ്വദേശി തീവട്ടിയിൽ കാസിം തന്റെ മകന് വേണ്ടി നിർമ്മിക്കുന്ന വീടിന്റെ വാർക്കപ്പണിയാണ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ അനുവാദത്തോടെ DYFI പ്രവർത്തകർ ഏറ്റെടുത്തത്. 2 നില വീടാണ് കാസിം നിർമ്മിക്കുന്നത്. ഇതിൽ 1500 സ്ക്വയർ ഫീറ്റ് വരുന്ന 1-ാം നിലയുടെ വാർക്കപ്പണിയാണ് DYFI പ്രവർത്തകർ പുലർച്ചെ 7:30 ആരംഭിച്ചത്. DYFI ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി അജ്മൽ ഹസൻ, CPIM വണ്ടാനം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി B അൻസാരി, പഞ്ചായത്ത് പ്രസിഡന്റ് S ഹാരിസ്, DYFI മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് ജിത്തു, ട്രഷറർ സലാമുദ്ദീൻ, അംഗങ്ങളായ ഷാജഹാൻ, സാന്ദ്ര, ജിതേഷ് രാജേന്ദ്രൻ, ബിലാൽ, നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU കൺവീനർ അനസ്, പഞ്ചായത്ത് അംഗം സുനിത പ്രദീപ്, CPIM അംഗങ്ങളായ താജുദ്ദീൻ, ഉല്ലാസ്, തൻസീർ, സിബു നസീർ, ദിവ്യ തമ്പുരു, സലാമുദ്ദീൻ എന്നിവരുൾപ്പെട്ട 15-അംഗ സംഘമാണ് നിർമ്മാണ പ്രവൃത്തികൾ ചെയ്തത്. അമ്പലപ്പുഴ MLA H സലാം സ്ഥലം സന്ദർശിച്ചു. ആലപ്പുഴ നഗരസഭയിലെ 5ഓളം വാർഡുകളിൽ കുടിവെള്ളം മുടങ്ങി ആഴ്ചകൾ പിന്നിട്ടിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ വാർഡ് നിവാസികളുടെ പ്രതിഷേധം ശക്തമാകുന്നു. അതേസമയം 2 ദിവസത്തിനുള്ളിൽ വാർഡ് നിവാസികളുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് ജലവകുപ്പ് അധികൃതർ ന്യൂസിനോട് പറഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ആലപ്പുഴ നഗരസഭ ചാത്തനാട്, മന്നത്ത്, തോണ്ടൻകുളങ്ങര, ആശ്രമം, അവലൂക്കുന്ന് വാർഡുകളിലടക്കം ശുദ്ധജലം ലഭ്യമാക്കുന്നില്ല എന്ന പരാതി ഉയർന്നിട്ടും കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്താൻ അധികൃതർ യാതൊരു നടപടിയും കൈക്കൊള്ളാത്തതിൽ നാട്ടുകാരുടെ അമർഷം ശക്തമാകുന്നു. 5-ലധികം വാർഡുകളിലായി ആയിരക്കണക്കിന് കുടുംബങ്ങളാണിപ്പോൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുന്നതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇത് സംബന്ധിച്ച് നിരവധി പേർ വിവിധ വാർഡുകളിൽ നിന്നായി പരാതി നൽകിയിട്ടും യാതൊരു ഫലവുമുണ്ടാകാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളതെന്നും നാട്ടുകാർ പറയുന്നു. ചാത്തനാട്, മന്നത്ത്, തോണ്ടംകുളങ്ങര, അവലക്കുന്ന്, ആശ്രമം ഇത്രയും വാർഡുകളിൽ ശുദ്ധജലം കിട്ടിയിട്ടില്ല. ഇത് ബന്ധപ്പെട്ട അധികാരികളെ, എഞ്ചിനീയറെയും അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇവരെയൊക്കെ ബന്ധപ്പെട്ടപ്പോൾ ഉടനെ ശരിയാക്കും, ഒരു വാൽവിന്റെ തകരാറാണ്, വാൽവിന്റെ ഷട്ടർ വീണതാണെന്ന് പറഞ്ഞു. നമ്മൾ വീണ്ടും പരിചയപ്പെട്ടപ്പോൾ ഷട്ടർ കുറച്ച് തുറന്നിട്ടുണ്ട്, വെള്ളം കിട്ടുമെന്ന് പറഞ്ഞു. വെള്ളം ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഇന്നറിയുന്നത് ഷട്ടറിന്റെ വാൽവ് പുതിയ ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്, അതിന്റെ വർക്ക് തുടങ്ങും, അത് കഴിഞ്ഞിട്ട് വെള്ളം കിട്ടുമെന്നാണ് പറയും. പക്ഷെ വീണ്ടും നമ്മൾ അറിയാൻ കഴിഞ്ഞത് ഇനിയൊരു 3-4 ദിവസത്തേക്ക് വെള്ളം ശുദ്ധജലം ഉണ്ടാകത്തില്ല, ഈ ഇത്ര വാർഡിൽ ഉണ്ടാകത്തില്ലെന്നാണ് നമുക്ക് വീണ്ടും മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിന് അടിയന്തരമായിട്ടൊരു പരിഹാരം ഉണ്ടാക്കണം. നമ്മൾ സ്ഥലം MLAയും അതുപോലുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും സാമൂഹ്യ പ്രവർത്തകരെയും രാഷ്ട്രീയ പ്രവർത്തകരെയൊക്കെ വിളിച്ച് നമ്മൾ ഈ കംപ്ലൈന്റ് പറഞ്ഞു. ആലപ്പുഴ വാട്ടർ അതോറിറ്റി സബ് ഡിവിഷന് കീഴിലെ ചാത്തനാട് പമ്പ് ഹൌസിലെ വാൽവിന്റെ തകരാർ മൂലമാണ് ജലം പമ്പ് ചെയ്യാൻ സാധിക്കാത്തതെന്നും വാൽവിന്റെ പണി ഇതിനോടകം ആരംഭിച്ചതായും എത്രയും വേഗം പൊതുജനങ്ങൾക്ക് ശുദ്ധജലം ലഭ്യമാക്കുന്നതിനുള്ള നടപടി കൈക്കൊണ്ടതായും ജലവകുപ്പ് അധികൃതരും ന്യൂസിനോട് പറഞ്ഞു. ദുരന്തഭൂമിയായി മാറിയ വയനാടിന് കൈത്താങ്ങായി റെസിഡൻസ് അസോസിയേഷൻ രംഗത്ത്. ആലപ്പുഴ നഗരസഭ സിവിൽ സ്റ്റേഷൻ വാർഡിലെ സാഗര റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള തങ്ങളുടെ വിഹിതം ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന് കൈമാറി മാതൃക തീർത്തത്. ദുരന്തഭൂമിയായി മാറിയ വയനാടിന് കൈത്താങ്ങായി റെസിഡൻസ് അസോസിയേഷൻ രംഗത്ത്. ആലപ്പുഴ നഗരസഭ സിവിൽ സ്റ്റേഷൻ വാർഡിലെ സാഗര റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള തങ്ങളുടെ വിഹിതം ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന് കൈമാറി മാതൃക തീർത്തത്. സാഗര റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ഹബീബ് ഉസ്മാൻ, വൈസ് പ്രസിഡന്റ് നസീർ, വാർഡ് കൗൺസിലർ സിമി ഷാഫി ഖാൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ഫാസിൽ അബ്ദുറഹ്മാൻ, അൻസിൽ പട്ടാമ്പി എന്നിവർ ചേർന്നാണ് വയനാടിന്റെ പുനരുദ്ധാരണത്തിനായി തങ്ങളുടേതായ പങ്ക് ജില്ലാ കളക്ടർക്ക് കൈമാറിയത്. ഓണം വിപണന പദ്ധതികളുമായി കയർഫെഡ് രംഗത്ത്. ഓഗസ്റ്റ് 5 മുതൽ കയർഫെഡിന്റെ ഓണം ബമ്പർ മെഗാ കാർണിവൽ വിപണന പദ്ധതികൾ ആരംഭിച്ചതായി ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്.
കയർഫെഡിന്റെ നേതൃത്വത്തിൽ ഓണം വിപണന പ്രത്യേക പദ്ധതികൾ സെപ്റ്റംബർ 30 വരെ സംസ്ഥാനത്തൊട്ടാകെ സംഘടിപ്പിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി കയർഫെഡ് ചെയർമാൻ ടി.കെ. ദേവകുമാർ പറഞ്ഞു. ഈ ഓണക്കാലത്ത് കയർഫെഡിന്റെ നിലവിലുള്ള സ്വന്തം ഷോറൂമുകൾക്കും ഏജൻസികൾക്കും പുറമെ സംസ്ഥാനത്തൊട്ടാകെ കയർഫെഡ് ഓണക്കാല താൽക്കാലിക വിപണനശാലകളും തുടങ്ങും. സംസ്ഥാനത്തെ എല്ലാ പ്രധാന പട്ടണങ്ങളിലും കയർഫെഡിന്റെ ഷോറൂമുകളും ഏജൻസികളും താൽക്കാലിക സ്റ്റാളുകളും ഇതിനോടകം തന്നെ പ്രവർത്തന സജ്ജമായതായും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കയർഫെഡ് ഷോറൂം, പ്രദർശനശാലകൾ എന്നിവിടങ്ങളിൽ നിന്നും ഓണം വിപണന ഏജൻസികളിൽ നിന്നും 2000 രൂപയ്ക്ക് മുകളിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർക്ക് ഓണം ബമ്പർ മെഗാ കാർണിവൽ പദ്ധതി പ്രകാരം നറുക്കെടുപ്പിലൂടെ സമ്മാന പദ്ധതികൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും കൂപ്പൺ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലിക്ക് 1ാം സമ്മാനമായി ഇലക്ട്രിക് സ്കൂട്ടർ, 2ാം സമ്മാനമായി 2 പേർക്ക് AC, 3ാം സമ്മാനം റെഫ്രിജറേറ്റർ, 4ാം സമ്മാനം 20 പേർക്ക് മൈക്രോവേവ് ഓവൻ അടക്കം സമ്മാനം നൽകുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. കയർഫെഡ് പ്രസിഡന്റ് ടി.കെ. ദേവകുമാർ, വൈസ് പ്രസിഡന്റ് ആർ. സുരേഷ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം NR ബാബുരാജ്, ജനറൽ മാനേജർ വി. ബിജു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന ക്ലസ്റ്റർ അധിഷ്ഠിത ഫലവർഗ കൃഷിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി പി. പ്രസാദ് നിർവഹിച്ചു. ഫലവൃക്ഷ വിളകളുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ 200ഓളം ക്ലസ്റ്ററുകൾ രൂപവൽക്കരിക്കുമെന്നും മന്ത്രി. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏകദിന ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ജില്ലാ വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ സെയിന്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജ് NSS യൂണിറ്റിന്റെ സഹകരണത്തോടെയാണ് സെമിനാറും ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലൽ ചടങ്ങും സംഘടിപ്പിച്ചത്. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതത്തിലായവർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ നിർമ്മാണ ജോലികൾ ഏറ്റെടുത്ത് DYFI പ്രവർത്തകർ രംഗത്ത്. ആലപ്പുഴ നഗരസഭയിലെ 5ഓളം വാർഡുകളിൽ കുടിവെള്ളം മുടങ്ങിയ ആഴ്ചകൾ പിന്നിട്ടിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ വാർഡ് നിവാസികളുടെ പ്രതിഷേധം ശക്തമാകുന്നു. അതേസമയം 2 ദിവസത്തിനുള്ളിൽ വാർഡ് നിവാസികളുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് ജലവകുപ്പ് അധികൃതർ. ദുരന്തഭൂമിയായി മാറിയ വയനാടിന് കൈത്താങ്ങായി റെസിഡൻസ് അസോസിയേഷൻ രംഗത്ത്. ആലപ്പുഴ നഗരസഭ സിവിൽ സ്റ്റേഷൻ വാർഡിലെ സാഗര റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള തങ്ങളുടെ വിഹിതം ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന് കൈമാറി മാതൃക തീർത്തത്. ഓണം വിപണി പദ്ധതികളുമായി കയർഫെഡ് രംഗത്ത്. ഓഗസ്റ്റ് 5 മുതൽ കയർഫെഡിന്റെ ഓണം ബമ്പർ മെഗാ കാർണിവൽ വിപണന പദ്ധതികൾ ആരംഭിച്ചതായി ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.